എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവക്കായ്, അതാണ് ഇതിൻ്റെ പേര്. ഇതൊരു ആന്ധ്ര സ്റ്റൈൽ പിക്കിളാണ്. ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇപ്പോൾ മാങ്ങ സീസണാണ്. നമുക്ക് മാങ്ങ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ അച്ചാറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ആദ്യത്തെ കടുകാണ്. കടുക് നന്നായിട്ട് ഉണക്കിയ ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ജീരകമാണ്. ഇത് നല്ല ജീരകമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ, മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്, കശ്മീരി ചില്ലിയല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അത് വെളുത്തുള്ളി അല്ലിയാക്കി വെച്ചതാണ്. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് കായം. ഇത് മഞ്ഞ കളറുള്ള കായാണ്. പിന്നെ നമുക്ക് മാങ്ങ വേണം, നല്ല പച്ചമാങ്ങ, നല്ല തൊലി കട്ടിയുള്ള പച്ചമാങ്ങയാണ്. ഇനി ഇത് കട്ട് ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. സാധാരണ നമ്മൾ അച്ചാറിടുമ്പോൾ നമ്മൾ ചെത്തിയെടുക്കുകയാണ് ചെയ്യാറ്. സൈഡ് ചെത്തിയിട്ട് അതിൻ്റെ സീഡ് നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സീഡ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ആ കോട്ടിംഗ് ഉണ്ട്, സീഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് പ്രയാസമാണ് കട്ട് ചെയ്യാൻ. നല്ല മൂത്ത മാങ്ങയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കട്ട് ചെയ്യാൻ. എന്നിട്ട് അത് നന്നായിട്ട് ആ കോട്ടിങ്ങോട് കൂടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. വളരെ ചെറുതല്ല, കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അത്ര മൂത്ത മാങ്ങയല്ല, അതുകൊണ്ടാണ് അതിൻ്റെ കോട്ടിങ് ഇങ്ങനെ പോരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു അച്ചാറിന് മാങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതെല്ലാം മുറിച്ചെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് വെള്ളം നന്നായിട്ട് ഒരു തുണി വെച്ച് തുടച്ച് കളയണം, അല്ലെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ആ സമയത്ത് ഉണക്കിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. തീരെ വെള്ളം പാടില്ല, അപ്പോൾ നമ്മളുടെ അച്ചാർ പെട്ടെന്ന് കേടുവരും വെള്ളം തട്ടിയാൽ. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉപ്പും കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഉപ്പിടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം. കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ കശ്മീരി ചില്ലി ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളാണ് ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കടുക് പൊടിച്ചതാണ്. കടുക് ഒന്ന് വെയിലത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അതൊരു 2.5 ടേബിൾ സ്പൂണോളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ്. അത് നമ്മൾ വറക്കാതെ, എണ്ണയിൽ വറക്കാതെ നേരിട്ട് ചേർക്കുകയാണ്. 1 ടീസ്പൂണോളാണ് ഞാൻ ചേർത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായം പൊടിയാണ്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് മഞ്ഞ കായപ്പൊടിയാണെന്ന് പറഞ്ഞു. അത് പ്രത്യേകതയൊന്നുമില്ല, സാധാ മറ്റേ കായം ചേർത്താലും മതി. നമുക്ക് എല്ലാ മസാലകളും നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കണം. ഇനി നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല, നേരിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇതിൽ എണ്ണ ചേർക്കും. ഇപ്പോൾ തൽക്കാലം 1 ടേബിൾ സ്പൂണോളാണ് ചേർത്തത്. ഇത് ലാസ്റ്റ് നമ്മൾ ചേർക്കും. ഇനി കുറച്ചൊന്ന് ചൂടാക്കി നമ്മൾ ചേർക്കാൻ പോവാണ്. എണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാരണ അവക്കായിൽ ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. സാധാരണ നമ്മൾ ആവക്കായിൽ വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത് നേരിട്ട് ചേർക്കുകയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ മാങ്ങയും മസാലകളും മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കുകയാണ് ചെയ്യാറ്. ഞാനിത് കൂടുതൽ ദിവസം
കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളിയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് കേട് കൂടാതെ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ അവക്കായി ചെയ്യുമ്പോൾ എണ്ണ ചൂടാക്കാറില്ല. എല്ലാം എണ്ണയിൽ, മസാലകളെല്ലാം എണ്ണയിലിട്ടിട്ട് മാങ്ങയിട്ടിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ജീരകം വെളുത്തുള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർക്കുകയാണ്. നല്ല എണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് അതിലേക്ക് മാറ്റാം. പാത്രം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. കഴുകി ഉണക്കി എടുത്ത പാത്രമായിരിക്കണം. അപ്പോഴാണ് കേടുവരാതെ സൂക്ഷിക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് വെച്ചാലും ഇത് കുറേ ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇത് ഇന്ന് ഇട്ടിട്ട് നാളെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 4-5 ദിവസം അടച്ച് തന്നെ സൂക്ഷിക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുക. ഞാനിത് സൂക്ഷിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്കൊരു ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ബോട്ടിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ബോട്ടിൽ വെള്ളം ഇല്ലാതെ വേണം. നമ്മൾ നന്നായി തുടച്ച് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാക്കാതെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ലെണ്ണ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കേട് വരാതെ, പൂപ്പലൊന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി വയ്ക്കാം. നമുക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും പിടിക്കും. ഈ ഒരു അച്ചാർ ഞാൻ 20 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ നമ്മളുടെ അച്ചാർ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്